ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഈ പറഞ്ഞ പോലെ കോൾഡും കഫും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓക്കെ ആണ്, 100% ഓക്കെ ആണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ അറിയാമല്ലേ. ചെറിയ ചെറിയ ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. എനിവേ എനിക്കും ഈ പറഞ്ഞ പോലെ വീഡിയോസ് ഇടാത്തതിൽ എന്താ പറയുക, ഒരുപാട് മെസ്സേജസും ഈ പറഞ്ഞ പോലെ മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ഗൈസ്. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വെയിറ്റിംഗ് ആണ്, റീഡിങ്സ് കാണാൻ വെയിറ്റിംഗ് ആണെന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ നെക്സ്റ്റ് വീക്ക്, കമ്മിങ് വീക്ക് എങ്ങനെയായിരിക്കുന്നു. ഓക്കെ, അടുത്ത ആഴ്ച എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജിയായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ഉള്ള മെസ്സേജ്, കാരണം ഇതിനകത്ത് ഇതൊരു 20 മിനിറ്റ്സ് റീഡിംഗ് ആയിരിക്കും. ആ 20 മിനിറ്റ്സിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന റെലവൻറ്റ് മെസ്സേജസ് ഉണ്ടാവും. അത് മാത്രം എടുക്കുക. ഓക്കെ, നിങ്ങൾക്കല്ലാന്ന് തോന്നുന്ന സാധനം ഒന്നും വലിച്ചെടുക്കാൻ നിൽക്കേണ്ട. ഓരോരുത്തർക്കും, ഞാനിപ്പം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, അപ്പം അതിനകത്ത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ മെസ്സേജ് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത് പോവാം. ഓക്കെ, ഓൾ റൈറ്റ് സ്പിരിറ്റ്. നമുക്കറിയേണ്ടത് കമ്മിങ് വീക്ക് നമ്മുടെ എങ്ങനെയായിരിക്കും, നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം കമ്മിങ് വീക്കിനെ കുറിച്ചാണ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. കമ്മിങ് വീക്ക് എങ്ങനെയായിരിക്കും, അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും. വാവ്, ആഹാ, അടുത്ത ആഴ്ച ദ ഫൂൾ കാർഡാണല്ലോ വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഓരോരുത്തരും എന്താ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റിംഗ് ആണോ? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെയിറ്റിംഗ് ആണെങ്കിൽ ന്യൂ ബിഗിനിങ്, ഓക്കെ, ന്യൂ സ്റ്റാർട്ടിൻ്റെ എനർജി തന്നെയാണുള്ളത്. ഫുൾ കാർഡാണ്. ഓക്കെ, നമ്മൾ ശൂന്യമായിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് യൂണിവേഴ്സായിട്ട് കണക്റ്റായി വരിക. ഒരുപാട് പേർക്ക് എന്താ പറയുക, സ്പിരിച്വലി ഒരുപാട് ആഹാ മൊമെൻറ്റ്സ് നമ്മൾ പറയില്ലേ, ആഹാ അതുകൊണ്ടാണല്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നല്ലേ, ഇത് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലേ എന്നുള്ള ഒരുപാട് ആഹാ മൊമെൻറ്റ്സ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, കമ്മിങ് വീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചില ആൾക്കാർ പെറ്റിനെ വാങ്ങണം, എസ്പെഷ്യലി ഡോഗിനെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കൺഫ്യൂഷനൊക്കെ ആയിരുന്നു വാങ്ങണം വേണ്ടതെന്നുള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് വീക്കിലത്തേക്ക് നിങ്ങൾ വാങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും പെറ്റ് പാസ്ഡ് ആൻഡ് ലവ്ഡ് വൺ മീൻസ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല, അതിൻ്റെ ഒരു ഗൈഡൻസും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ, അതിൻ്റെ ഒരു സ്നേഹം, രക്ഷ, പ്രൊട്ടക്ഷൻ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവും. അതിൻ്റെ ഒരു കൺഫർമേഷനും കൂടിയുണ്ട്. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം. ഹാങ്ങിങ് മാൻ, ആഹാ മൊമെൻറ്റ്സ് പറഞ്ഞു, അവേക്കനിങ്സിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്ക് സിറ്റുവേഷൻസ്, മെജോറിറ്റി കളക്റ്റീവ്ലി എനിക്ക് ഒരുപാട് സ്റ്റക്ക് സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ആ സ്റ്റക്ക് സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നമ്മൾ ബ്രേക്ക് ഫ്രീ ആവുമെന്നൊക്കെ പറയില്ലേ, ആ ഒരു ബ്രേക്ക് ഫ്രീ എനർജിയിലേക്ക് വരുന്നു. നമ്മൾ കുറച്ച് നാളായിട്ട് സ്റ്റക്കാണ്, നമ്മുടെ ലൈഫിൽ ഒരു മൂമെൻറ്റ്സും ഇല്ല, പലതും പറയുന്നുണ്ട്, പല റീഡിങ്സിൽ കേൾക്കുന്നുണ്ട്, ഇതാ വരുന്നു, ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികം സമയം ഉണ്ടാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒട്ടും. ഈ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നമ്മൾ ഹാങ്ഡ് മാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെത്ത് കാർഡാണ്. ഓക്കെ, ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനാണ്. നമ്മൾ ചില സമയത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ ആ ട്രാൻസ്ഫോർമേഷനെ തന്നെ എന്താ പറയുക, നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. നമ്മൾ റെഡി ആയിരിക്കണം. നമ്മുടെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. പല ആൾക്കാരും ഒരുപാട് ബ്ലാക്ക് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവും. ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് മുന്നേ നമ്മൾ കാണുന്ന ഒരു സൈനാണ്. അപ്പം ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഞാൻ കാണുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ്, ചില ആൾക്കാർക്ക് ഒരുപാട് ബിസിനസ് പരമായിട്ട് ഒരുപാട് ഗ്രോത്തും കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, ക്ലയൻസ് കൂടുന്നതായിട്ടും. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചില ആൾക്കാർ ചെടികൾ, ഓക്കെ, കുറച്ച് നാളായിട്ട് ചെടികളെ പരിപാലിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെടികളുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നു. ചെടികളായിട്ട് കണക്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മടി വിചാരിക്കില്ലേ, കാരണം ചെടികളെന്ന് പറയുന്നത് നമ്മുടെ റൂട്ട്സ്, ഓക്കെ, നമ്മുടെ റൂട്ട് ചക്രയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ആ ചെടികളിലും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ മണ്ണിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ ഒരുപാട് ഡിവൈൻലി കണക്റ്റഡ് ആവുകയാണ്. അതായത് ഡിവൈൻലി കണക്റ്റഡിനേക്കാളും കൂടുതൽ എർത്ത്ലി കണക്റ്റഡ് ആണ്, ഭൂമി ദേവിയായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മുടെ റൂട്ട് ചക്ര ഒരുപാട് ഹീലാവും. നമുക്ക് എന്തെങ്കിലും റൂട്ട് ചക്ര ഇഷ്യൂസും കാര്യങ്ങളുണ്ടെങ്കിൽ ഹീലാവും. ചില ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആവും നെക്സ്റ്റ് വീക്കിലത്തേക്ക്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വരുന്നു. ചില ആൾക്കാരുടെ ലൈഫിൽ നമ്മൾ പറയില്ലേ, എൻഡിങ് ഉണ്ടെന്ന് പറയുന്നുള്ളത്
എൻഡിങ്ങും കാണുന്നില്ല, ബിഗിനിങ്ങും കാണുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി നമുക്ക് നെക്സ്റ്റ് വീക്കിലത്തേക്ക് പ്രതീക്ഷിക്കാം, ഏതെങ്കിലുമൊക്കെ രീതിയിൽ. മനസ്സിലായില്ലേ? കിങ് ഓഫ് വാണ്ട്സ്, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു. ആക്ഷൻ എടുക്കുന്ന മാത്രമല്ല, ചില ആൾക്കാരുടെ ഹെൽപ്പും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെ എങ്ങനെ എപ്പോൾ തുടങ്ങണം എന്നൊന്നും ഐഡിയാസൊന്നുമില്ല. പക്ഷേ നമുക്ക് അതിന് വേണ്ടുന്ന ഗൈഡൻസും കാര്യങ്ങളും കിട്ടുന്നു, അതിന് വേണ്ടുന്ന ഹെൽപ്പ് കിട്ടുന്നു. അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ഒരു പ്ലാനൊക്കെ റെഡിയാക്കിക്കൊണ്ട് വെച്ചിരുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഐഡിയാസും കാര്യങ്ങളും. വർക്കൗട്ട് ആകുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വർക്കൗട്ട് ആകും എന്നുള്ളതിനൊരു കൺഫർമേഷൻ നമുക്ക് ആരുടെയെങ്കിലും സൈഡിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് കിട്ടുന്നതായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ചില ആൾക്കാരെങ്കിലും ഡ്രാഗൺ അല്ലെങ്കിൽ ഡ്രാഗൺ എനർജി, ഡ്രാഗൺ ബ്ലഡ്, ഇൻസെൻസ് അങ്ങനെയുള്ള സംഭവമൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ചില ആൾക്കാരെങ്കിലും ക്രിസ്റ്റൽസുമായിട്ട്, അതായത് എന്താ പറയുക, എന്തെങ്കിലും ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽസുമായിട്ടൊക്കെ കണക്റ്റ് ആവണം, അതിനൊക്കെ എനർജീസ് ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് വീക്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില നമ്മുടെ ഗിവ് അവേയുടെ ആൾക്കാരിൽ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസിറ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നവർ. അപ്പം അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനായിട്ട് വൈകിപ്പിക്കില്ല. എനിക്കൊരു ദിവസം സമയം വേണം, കാരണം എനിക്കതൊന്ന് ചാർജ് ചെയ്യാണ്ട് നിങ്ങൾക്ക് തന്നിട്ട് പർപ്പസില്ല അല്ലേ. അപ്പം നിങ്ങൾ പല ആൾക്കാരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ക്രിസ്റ്റൽസുമായിട്ട് കണക്ഷൻ. ഉറപ്പായിട്ടും ആ ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് ഓൺ ദ വേ ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, നിങ്ങൾ മണി റിലേറ്റഡ് സിറ്റുവേഷൻസിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഞാൻ ഇവിടെ കാണുന്നത്. ഓക്കെ, മണി റിലേറ്റഡ് ഇമ്പ്രൂവ്മെൻറ്റ്സ്. നിങ്ങൾ പിന്നെ ചില ആൾക്കാർ ബ്യൂട്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു റുട്ടീൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു സ്കിൻ കെയർ റുട്ടീനുണ്ട്, ഹെയർ കെയർ റുട്ടീനുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യണേ. കാരണം അതിൻ്റെ ചേഞ്ചസ് ഞാൻ കുറച്ച് നാളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ചേഞ്ചും കാണുന്നില്ല എന്ന് ഡൗട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ആ ഒരു ചേഞ്ച് നമുക്ക് ചെറിയ രീതിയിലും കണ്ടു തുടങ്ങും. ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് പറയും, എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടല്ലോ, എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണല്ലേ. അങ്ങനത്തെ ഒരു എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. മദർ ഹീലിങ്ങിൻ്റെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അമ്മമാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമോ സംസാരമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഹീൽ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ട് കാര്യങ്ങളും കിട്ടാനും ഉള്ളൊരു എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. ദി സൺ കാർഡ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാർഡാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുള്ള കാർഡാണ് സൺ കാർഡ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ഏറ്റവും ഈ പറഞ്ഞ പോലെ 78 കാർഡ്സിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർഡ് ഏതെന്ന് ചോദിച്ചാൽ സണ്ണാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശരിയാണ്, ഓഫ് കോഴ്സ് സണ്ണിൻ്റെ ബ്രൈറ്റ്നസ് നമ്മൾ ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം സൂര്യൻ വരുമ്പോൾ ഒന്നും നമ്മുടെ എന്താ പറയുക, ഒന്നിനും ഒളിച്ചിരിക്കാൻ പറ്റില്ല. ഓക്കെ, ആ പ്രകാശം എത്താത്ത ഒരു സ്ഥലം പോലും ഇല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും ഇത്രയും നാളായിട്ട് ഇരുളടഞ്ഞ് കിടക്കുകയായിരുന്നു, ഒരു രക്ഷയില്ല. എല്ലാ ഏരിയസിലും കഷ്ടപ്പാടും വിഷമവും സങ്കടവും ഒരിടത്തും എന്താ പറയുക, നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് ഒരു കാലെടുത്ത് വെച്ച് എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച് കഴിയുമ്പോഴത്തേനും ചില സമയത്ത് കാലെടുത്ത് വെക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് സ്റ്റക്കും കാര്യങ്ങളായിരിക്കും. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, ഇതിൽ 19 എന്ന 10 ആണ്. ഓക്കെ, 19 ആണ് ദ സൺ കാർഡിൻ്റെ നമ്പർ, വിച്ച് കംസ് ടു 10, വിച്ച് കംസ് ടു 1 എന്ന് പറഞ്ഞാൽ ന്യൂ ബിഗിനിങ്, ലീഡർഷിപ്പിൻ്റെ ഒക്കെ എനർജി. ഓഫ് കോഴ്സ് ഇതിനകത്ത് കിങ് ഓഫ് വാണ്ട്സിൽ ചില ആൾക്കാർ ലീഡർഷിപ്പ് എബിലിറ്റിയിലേക്ക്, ആ എനർജിയിലേക്ക് നമ്മൾ അത് ക്ലെയിം ചെയ്യുകയാണ്. മനസ്സിലായത്? നമ്മുടെ ഓരോരുത്തർക്കും ലീഡർഷിപ്പ് എബിലിറ്റീസും കാര്യങ്ങളുണ്ട്. നമ്മൾ ക്ലെയിം ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നമുക്കത് നമ്മുടെ റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റുക. നിങ്ങൾ പല ആൾക്കാരും ആ ലീഡർഷിപ്പ് എബിലിറ്റിയിലേക്ക് വരികയും പല കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് അന്ന് അങ്ങനെ ആ ഒരു സംഭവം നടന്നു എന്നൊന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ആ ഒരു ക്ലാരിറ്റി എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ദ സൺ കാർഡ് വെച്ചിട്ട്. ഓക്കെ, അതുപോലെ മെൻ്റൽ ക്ലാരിറ്റി ആയിരുന്നാലും എനിക്കിവിടെ ഏസ് ഓഫ് സോർട്സിൻ്റെ കാർഡില്ല, പക്ഷേ ഇതിനകത്തൊരു മെൻ്റൽ ക്ലാരിറ്റി, അതുപോലെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നു, പല ആൾക്കാരുടെയും നമ്മളുടെ യഥാർത്ഥ സ്വഭാവം ചില ആൾക്കാരുടെ, എസ്പെഷ്യലി എനിക്ക് എന്താ പറയുക, നിങ്ങളുടെ ലൈഫിലുള്ള പല ആൾക്കാരുടെയും യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാവുന്നു. ചില ആൾക്കാർ നെക്സ്റ്റ് വീക്ക് സം കോമ്പറ്റീഷൻ ഗൈസ്, എന്തെങ്കിലും കോമ്പറ്റീഷൻ, നിങ്ങൾ ചിലപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമായിരിക്കും, അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ടാവും. ഓക്കെ, എന്ത് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫേവറബിൾ ആണ് നെക്സ്റ്റ് വീക്ക്.
നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള വീക്ക് തന്നെയാണ് നെക്സ്റ്റ് വീക്ക്. ഞാൻ എടുത്ത് പറഞ്ഞത് ഫുൾ കാർഡ്, ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡുണ്ട്, 9 ഓഫ് പെൻറ്റക്കിൾസ് എന്നുണ്ട്, അബണ്ടൻസിൻ്റെ കാർഡുണ്ട്, ഫൈനാൻസിൻ്റെ കാർഡുണ്ട്, സൺ കാർഡ്, ഏറ്റവും മാസ്റ്റർ കാർഡുണ്ട്, നിങ്ങളുടെ കിങ് ഓഫ് വാൺസിൻ്റെ കാർഡ്. അതായത് നിങ്ങളുടെ ആ ഫയറി എനർജി പല കാര്യങ്ങൾ ചെയ്ത് കാണിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ എൻ്റെ ലൈഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ചെയ്ത് കാണിക്കും. ഓക്കെ, ചുമ്മാ വാഗോണ്ട് പറച്ചിലൊന്നുമല്ല, ചെയ്ത് കാണിക്കും. അങ്ങനെ നിങ്ങൾ പല ആൾക്കാർ ആ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വന്ന് ചെയ്ത് കാണിക്കുക. ഞാനൊരു ഡൂവറാണ്, ചുമ്മാ വാഗോണ്ട് പറയുന്ന ആളല്ല എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ അതിനകത്ത് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം ഫർദർ കാർഡ്സ് എന്താ പറയുന്നതെന്ന്. നെക്സ്റ്റ് വീക്കിലത്തേക്ക് നമുക്കുള്ള ഗൈഡൻസ് ഇൻട്രസ്റ്റിംഗ് കാർഡ്സ് ആണ് ഗൈസ്. എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് കണക്റ്റ് ആവുന്നുണ്ടെന്ന്, പക്ഷേ കണക്റ്റ് ആവുന്ന ഓരോരുത്തർക്കും ഞാൻ കൺഗ്രാറ്റ്സ് ആദ്യമേ പറയാം. കാരണം നെക്സ്റ്റ് വീക്ക് അത്ര എന്താ പറയുക മോശപ്പെട്ടൊരു വീക്കല്ല. നിങ്ങൾക്കത് ലിറ്ററലി ഫീൽ ചെയ്യും. ലൈക്ക് അത്ര എന്താ പറയുക എന്തൊക്കെയോ ഒരു ചേഞ്ച്, ഡ്രാസ്റ്റിക് ചേഞ്ച്. ചില ആൾക്കാർക്ക് ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ്. നമ്മൾ ക്വാണ്ടം ജമ്പ് എന്നൊക്കെ പറയില്ല, ഒറ്റയടിക്ക് ഒരു ചാട്ടം വെച്ച് കൊടുത്തു എന്നൊക്കെ പറയുന്ന പോലെ ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്, ഇല്ല എന്നല്ല. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ നമ്മൾ കാണുന്നു എന്നുള്ളത് കൊണ്ടേ ഉണ്ട്. ഓക്കെ, നോക്കാം നമുക്ക് ഫർദർ ഗൈഡൻസ് എന്താണ് നെക്സ്റ്റ് വീക്കിലത്തേക്ക്. സ്പിരിറ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫർദർ ഗൈഡൻസ് എന്താണ് നെക്സ്റ്റ് വീക്കിലത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും. ആർക്കേഞ്ചൽ മൈക്കൽ സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ഞാൻ ഇങ്ങനെ പറയുന്ന സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് വരില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ആർക്കേഞ്ചൽ മൈക്കൽ. ഓക്കെ, ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം. യു ആർ ഗുഡ് ഇനഫ്. അങ്ങനത്തെ ഒരു ഡൗട്ട് ഫീലിംഗ് ഉണ്ടാവും ആർക്കെങ്കിലുമൊക്കെ. ഞാൻ ഇനഫല്ല, എനിക്കെല്ലാം കുറവുകളാണ്, എല്ലാം കുറവ് മാത്രമേ എനിക്കുള്ളൂ, എവിടെ തിരിഞ്ഞു നോക്കിയാലും ബാക്കിയുള്ളവരെല്ലാം എന്നെക്കാൾ ഇനഫാണ്, എന്നെ കാണാൻ അത്ര ഭംഗിയില്ല, എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, എല്ലാ രീതിയിൽ നോക്കിയാലും എൻ്റെ ലൈഫിൽ ഫുൾ കുറവുകൾ മാത്രമേ ഉള്ളൂ, ഒരു ഇനഫ് ഫീലിംഗ് ഇല്ല. അങ്ങനെയൊക്കെ ഉള്ള ഡൗട്ടും കൺഫ്യൂഷനുള്ള ആൾക്കാരാണെങ്കിൽ ഐ ആം ഇനഫ് എന്ന് എഴുതണേ. കമൻറ്റിൽ ഉറപ്പിച്ചോ എഴുതണം, ഐ ആം ഇനഫ്. ഞാൻ മിക്കവാറും പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു അഫർമേഷനായിരുന്നു. കാരണം എനിക്കിങ്ങനത്തെ ഒരുപാട് തോട്ട്സ് ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്നും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയില്ല, പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നോട് പറയാറുള്ളൊരു അഫർമേഷനാണ് ഐ ആം ഇനഫ്. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് തോന്നും നമ്മൾ ഇനഫല്ല, അയ്യോ നമുക്ക് ആ ഫീച്ചേഴ്സ് ഇല്ല, നല്ല ഫീച്ചറുള്ള എന്താ പറയുക നമുക്ക് മുഖത്തുള്ള കണ്ണും മൂക്ക് അതൊക്കെ നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ അവരുടെ കണ്ണ് കാണാൻ എന്ത് ഭംഗിയാണ്, അവരുടെ മൂക്കിൽ എന്ത് രസമാണ് കാണാൻ, അവരുടെ പല്ലൊക്കെ അടുക്കി പറക്കി വെച്ചിരിക്കുന്ന ഇങ്ങനെ പലതും നമ്മൾ നോക്കാറുണ്ട്. അപ്പം നമുക്ക് ഓഫ് കോഴ്സ് എനിക്കും അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. ഇപ്പോഴും ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് കുറച്ചുകൂടി നമ്മൾ വളരില്ലേ. നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിലൊക്കെ എത്തുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ബോഡി നമ്മളെ സോളിനെ കൊണ്ടു നടക്കുന്നൊരു ഇതാണെന്നും അത് മാത്രമല്ല അതിനെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വെസലാണ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ പർപ്പസ് ഡിഫറെൻ്റ് ആണെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് എൻ്റെ പല്ല് ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ ശരിക്കും അങ്ങനെ ആവുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഫീലിങ്സും ഇല്ല. ഐ ആം ഇനഫ്. എനിക്ക് ദൈവം എന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഞാനതിൽ സന്തോഷിക്കുന്നു. ഓക്കെ, യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. ചില ആൾക്കാരുടെ ഡ്രീം ഇങ്ങനെ ഡ്രീം ചെയ്തുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല, പ്രാക്ടിക്കൽ പ്ലാൻസ് തയ്യാറാക്കുക. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം, ആരെയൊക്കെ അപ്രോച്ച് ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്സാണ് ആദ്യം ചെയ്യേണ്ടത്, അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം, അതിന് എന്തൊക്കെ ആവശ്യങ്ങളുള്ള ആരെങ്കിലും പർട്ടിക്കുലർ പേഴ്സൺ ആവശ്യമുണ്ടോ, ഫൈനാൻസ് മാത്രം മതിയോ എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രാക്ടിക്കൽ പ്ലാൻ റെഡിയാക്കിക്കോ. നെക്സ്റ്റ് വീക്കിലത്തേക്ക് നമുക്ക് ഒരു പ്രാക്ടിക്കൽ പ്ലാനിൻ്റെ ആവശ്യമുണ്ട്. അടിപൊളി. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ആക്ഷൻ്റെ കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും നമ്മൾ ആ ആക്ഷൻ എടുക്കുന്നൊരു വീക്ക് തന്നെ ആയിരിക്കും. ആവട്ടെ എല്ലാവരുടെ ലൈഫിലും ആ ചേഞ്ച് വരട്ടെ. ഈ വരുന്നു ഇതെവിടെ എന്നുള്ളത് ആരാണെന്ന് ചോദിച്ചു പോകും, എനിക്കതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷേ വരട്ടെ. ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. നമ്മുടെ ലൈഫിൽ ഈ രണ്ട് സാധനം ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അത് ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയുടെയും അതിനെ ബാലൻസ് ചെയ്യുന്നതായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട്. സറണ്ടർ ടു ദ ഡിവൈൻ. ചില സിറ്റുവേഷൻസ് നിങ്ങൾ ഓഫ് കോഴ്സ് വരും, നിങ്ങൾ ഡിവൈനിന് സറണ്ടർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉറപ്പായിട്ടും വരും. ആ ഒരു സറണ്ടർ ടു ദ ഡിവൈൻ്റെ എനർജി കൂടി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് ഒരു മിക്സ്ചർ ഓഫ് എന്താ പറയുക നല്ല എനർജി
നല്ല നല്ല എനർജി. എനിക്കറിയില്ല നിങ്ങൾ ആരൊക്കെയാണ് ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന്. പക്ഷേ ആരാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നാലും ഇത് ആരുടെയൊക്കെ എനർജീസ് ആണെങ്കിലും സൂപ്പർ. നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ക്ലെയിം ചെയ്യുക, ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യാം. പല കാര്യങ്ങളും നമ്മുടെ റിയാലിറ്റിയിൽ നമ്മൾ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. ഞാൻ ഫർദർ കാർഡ്സ് നിർത്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് നമ്മുടെ ഓവറോൾ എനർജി എങ്ങനെയായിരിക്കും സ്പിരിറ്റെ? നമ്മുടെ ഓവറോൾ എനർജി എങ്ങനെയായിരിക്കും നെക്സ്റ്റ് വീക്ക്? നമ്മുടെ ഓവറോൾ എനർജി കമ്മിങ് വീക്ക്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ആർക്കേഞ്ചൽ മൈക്കൽ സ്പിരിറ്റ്, താങ്ക് യു. നമുക്ക് നോക്കാം കമ്മിങ് വീക്ക്. ടെമ്പിൾ പാത്ത്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എൻ്റെ വീഡിയോസ് ഭയങ്കര കുറവ് ആൾക്കാരാണോ കാണുന്നതെന്ന്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് കുറവ് ആൾക്കാരെന്ന്. എനിക്കും ഈ ഒരു ജേർണിയാണ് ഇഷ്ടം. ലൈക്ക് ആ സ്പിരിച്വാലിറ്റിയുടെ പാത്ത്, ആ ടെമ്പിൾ പാത്ത്. നമ്മൾ എന്തിനിവിടെ വന്നു, നമ്മൾ എന്തിന് ഇത്രയും പെയിൻ അനുഭവിക്കുന്നു, നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ട് ഇത്രയും പെയിൻ, നമ്മുടെ ലൈഫിൽ മാത്രം എന്താണ് ഇങ്ങനെ ഒരു സക്സസ്, ബാക്കി കാര്യങ്ങളൊന്നും വരാത്തത്, നമ്മുടെ ലൈഫിൽ എന്താണ് നമ്മൾ മിസ്സാക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നതാണ്. താങ്ക് യു. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും താങ്ക് യു. കാരണം നിങ്ങൾ ഓരോരുത്തരും റിയലി നിങ്ങളൊരു സൂപ്പർബ് ജേർണിയിലാണ്. ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ജേർണിയിൽ ആണ് പറയുമ്പം പറയാൻ ഭയങ്കര ഈസിയാണ് സൂപ്പർബ് ജേർണി എന്ന്. പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന സഫറിങ്സ് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ നമ്മുടെ ലൈഫിൽ ഈ സഫറിങ്സിന് എൻഡുണ്ട്. അത് വേറെ ലെവൽ ഐറ്റമാണ്. എന്നുവെച്ചാൽ ആ ഒരു എൻഡ്, ഈ ഒരു സഫറിങ് കഴിഞ്ഞിട്ട്, ആ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൻ്റെ എനർജി കഴിഞ്ഞിട്ട് നമ്മളൊരു ന്യൂ ബിഗിനിങ് ഉണ്ട്. അത് വേറെ ലെവൽ എനർജിയാണ്. അതൊക്കെ നിങ്ങൾ പ്രാക്ടിക്കലി വരട്ടെ. ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത്തിൻ്റെ കാർഡ് വരുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു സ്ട്രെങ്ത്തിൻ്റെ എനർജി നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, പല സിറ്റുവേഷനിലൂടെ, ടഫ് സിറ്റുവേഷനിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും നമുക്കും ഒക്കെ ഒരു സ്ട്രെങ്ത് എനർജി ഫീൽ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരുപാട് മെൻ്റൽ സ്ട്രെങ്ത്, മെൻ്റൽ എബിലിറ്റി, പല കാര്യങ്ങൾ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നെക്സ്റ്റ് വീക്കിലത്തേക്ക് കമ്മിങ് വീക്കിൻ്റെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു ഏജ് ഓഫ് സ്ട്രെങ്ത്തിൻ്റെ എനർജി, അറ്റാച്ച്മെൻറ്റ്, എന്തിനെങ്കിലും നിങ്ങൾ ഓവർലി അറ്റാച്ച്ഡ് ആണെങ്കിൽ അത് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എനിക്ക് എന്താണ് ഡിറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നു. അതനുസരിച്ച് ആ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല, അതനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നു. പല ആൾക്കാരും പേഴ്സണൽ ഹീലിങ്ങും ഹാപ്പിനെസ്സും ഒക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ വരും ഗൈസ്. നമ്മൾ ഇപ്പം നിങ്ങൾ പറയും നിങ്ങളുടെ ലൈഫിൽ ഇതൊന്നും ഇല്ല, പെയിൻ മാത്രമേ ഉള്ളൂ, സഫറിങ്സ് മാത്രമേ ഉള്ളൂ, ഇതൊക്കെ എവിടെയാണ് മാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള സയൻസാണ്. നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ആഹാ മൊമെൻറ്റ്സ് ഉണ്ടാവും. ആഹാ എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ മൊമെൻറ്റ്സ് ഉണ്ടാവും. നെക്സ്റ്റ് വീക്ക്, ദ കമ്മിങ് വീക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ചേഞ്ചസും ബ്ലെസ്സിങ്സും ഒക്കെ കൊണ്ടുവരുന്ന വീക്കാണ് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ടെമ്പിൾ പാത്തിൻ്റെ കാർഡ് കാണുമ്പം ഞാൻ വാവ്, അതിൻ്റെ തൊട്ടടിയിരിക്കുന്ന മജീഷ്യൻ, വാവ് വാവ് വാവ്, മജീഷ്യൻ ആൻഡ് ദ മിറർ ഗൈസ്. നിങ്ങളുടെ ആൾക്കാരെല്ലാം, പല ആൾക്കാരും മനസ്സിലാക്കുന്നു ലൈക്ക് നിങ്ങൾക്ക് പലതും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട് എനർജി വൈസ്. ഓക്കെ, വരട്ടെ ഇങ്ങനത്തെ അടിപൊളി എനർജീസൊക്കെ വരട്ടെ ഗൈസ്. നല്ല നല്ല എനർജി കമ്മിങ് വീക്ക് നിങ്ങളുടെ സൂപ്പർ ആയിരിക്കട്ടെ. എല്ലാ ബ്ലെസ്സിങ്സും വന്ന് ചേരട്ടെ. എല്ലാവർക്കും ഈ വീഡിയോ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും കണക്റ്റഡ് ആയിട്ടുള്ളവരും അത്രത്തോളം ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമുള്ള റീഡിംഗ് ആണ്. കാരണം ഈ റീഡിങ്സ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്താ സബ്ജക്റ്റ് എടുക്കേണ്ടതെന്ന് നോക്കിയപ്പം ഈ TD പൊറക്കൽ കാർഡ്സിൻ്റെ ഗൈഡൻസ് ബുക്കിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയ എന്താ പറയുക ക്ലാരിറ്റിയാണ് ലൈക്ക് കമ്മിങ് വീക്ക്. അത് ആരൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളുടെ കമ്മിങ് വീക്ക് സൂപ്പറായിരിക്കട്ടെ. എല്ലാം ബ്ലെസ്സിങ്സ് വന്നു ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈഫ്. ടേക്ക് കെയർ. ബൈ.